കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എനിക്കറിയാം, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് നമുക്ക് ഉറുമ്പുകളുടെയും പുൽച്ചാടിയുടെയും കഥ പറയാം. നിങ്ങൾ പുൽച്ചാടിയെ കണ്ടിട്ടുണ്ടോ? പച്ച നിറമുള്ള പുൽച്ചാടി. നമ്മളതിനെ പച്ചത്തുളന്ന് വിളിക്കും. ഇലകളിൽ ചാടി നടക്കുന്ന പുൽച്ചാടി. പണ്ട് അങ്ങ് മന്ദാടിക്കാട്ടിലെ ചിങ്ങനപ്പുഴയുടെ തീരത്താണ് നമ്മുടെ കിട്ടനും ഒട്ടനും താമസിച്ചിരുന്നത്. ചിങ്ങനപ്പുഴ കരയിലെ പുൽമേട്ടിലായിരുന്നു മാണിയം പുൽച്ചാടിയുടെ താമസം. ഉറുമ്പുകൾ കഠിനാധ്വാനികളായിരുന്നു. കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായ കൂട്ടുകാരെ, നന്നായി മിക്കപ്പോഴും നമ്മുടെ കിട്ടനും കൊട്ടനും കൂട്ടുകാർ തിരക്കിട്ട ജോലിയിലാക്കി തണുപ്പ് കാലത്തേക്ക് വേണ്ട ആഹാസാധനങ്ങൾ ശേഖരിച്ചേക്കാനാണ്. എന്നാൽ നമ്മുടെ മണമ്പൽച്ചേരില് അവനെ ജോലി ചെയ്ത് ഒട്ടും താല്പര്യമുണ്ടാവില്ല. അവന് ഇഷ്ടം വേണ്ടെന്നറിയോ? പാട്ടുപാടുക, നൃത്തം ചെയ്യുക, ചാടി നടക്കുക. അങ്ങനെ അവൻ സമയം ചെലച്ചുകൊണ്ടേ അവൻ പലപ്പോഴും നമ്മുടെ കിട്ടനെ കുട്ടനെ കൂട്ട് കളിക്കാൻ വിളിക്കും. ഹേയ് കിട്ടാ കുട്ടാ, നിങ്ങളിങ്ങനെ എപ്പോഴും ജോലി ചെയ്ത് നടന്നോ? ജീവിതം ആസ്വദിക്കും പോലുമില്ല. എന്റെ കൂടെ വാ, നമുക്ക് നൃത്തം ചെയ്യാം. അപ്പോൾ കിട്ടുന്നവർക്ക് പറഞ്ഞു, അടുത്തു തന്നെ തണുപ്പ് കഴിഞ്ഞെത്തും. ഞങ്ങളെ ആ സമയത്തേക്ക് വേഗത്തിലുള്ള ഭക്ഷണം കരുതിയേക്കാണ്. ഒരു കാര്യം നീയും ഞങ്ങളുടെ കൂടെ കുടിക്കോ? അല്ലെങ്കിൽ പോകുമ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ മണം വിളിച്ചാൽ കിട്ടേണ്ട വിഷമൊന്നും കേട്ടില്ല. അവൻ പുല്ലുകളിലൂടെ ചാടിപ്പോയി. മണൻ ഇഷ്ടപോലെ തുള്ളിക്കളിച്ച് നടന്നു. പക്ഷേ നമ്മുടെ ഉരുളാവട്ടെ ഏറെ കഷ്ടപ്പെട്ട് അരിമണി കൊടുക്കെ ചുമന്ന് കൊണ്ടേ. അങ്ങനെ ഇരിക്കെ അധികം വൈകാതെ തണുപ്പ് കഴിഞ്ഞെത്തി. ജീവികളെല്ലാരും അടമാനങ്ങളിലും കൂടുകളിലും തന്നെ ഇരിപ്പായി. തണുപ്പ് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. തീറ്റത്തടി പോവാനും പറ്റുന്നില്ല. അത്രയ്ക്കും തണുപ്പാണ്. നമ്മുടെ മണം വിളിച്ചാടി അവനെ കുട്ടി തന്നെ ഇരിപ്പാണ്. അപ്പോഴാണ് പ്രശ്നം. എന്താ മണി വിശക്കുന്നു? കുറച്ചേരം കഴിഞ്ഞപ്പോ വിശപ്പ് സഹിക്കാൻ മേലായി. അയ്യോ വിശക്കുന്നേ, ഞാൻ എന്ത് ചെയ്യും? ഒന്നും കഴിക്കാനില്ലല്ലോ. ഇവിടെ മണി വിശപ്പ് സഹിക്കാതെ കരയാൻ തുടങ്ങി. തണുപ്പ് കാലത്തേക്ക് ഞാൻ ഒന്നും കരുതിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എങ്ങനെങ്കിലും കിട്ടന്റെയും കൊട്ടന്റെയും വീട്ടിലെത്താൻ കഴിഞ്ഞാൽ അവൾ ശില്പ ഭക്ഷണം തരും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മണം വിളിച്ചാടി ഉറുമ്പുകുട്ടമ്മയുടെ വീട്ടിലേക്ക് പോയി. കിട്ടന്റെയും കൊട്ടന്റെയും വീട്ടിലെത്തിയ വിളിച്ചാടി അവിടെ കഥയിൽ മുട്ട വിളിച്ചു. കിട്ടാ കുട്ടാ, കഥക്ക് തുറക്കും. കമ്പളപ്പത്തിൽ മൂടി പതി കിടക്കുകയായി കിട്ടുന്നുറമ്പും തണുപ്പാറ്റാൻ തീ കായുന്ന കുട്ടനുറമ്പും ഇടുന്നവലേക്കുന്നു. അവിടെ തണുത്തു പിടിച്ചു നിൽക്കുന്നു നമ്മുടെ മണം വിളിച്ചാടി. അരക്കാരൻ നിൽക്കേ. അപ്പം മണം വിളിച്ചാടി വിഷമത്തോട് പറഞ്ഞു, കിട്ടാ കുട്ടാ, വല്ലാതെ വിശക്കുന്നു. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തന്നെ സഹായിക്കാമോ? പകരം ഞാൻ നിങ്ങൾക്ക് ഈ തണുപ്പ് കാലം കേൾക്കാൻ നല്ലൊരു പാട്ട് പഠിത്തരാം. അപ്പൊ കിട്ടനും കുട്ടനും പറഞ്ഞു, മണിയ നിനക്ക് തരാൻ നിങ്ങളുടെ കൈ ആഹാരം ഒന്നും തന്നെയില്ല. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ തണുപ്പ് കാലം കാഴ്ച കുട്ടൻ മനുഷ്യച്ച് വെച്ചിരിക്കുന്നത്. അത് നിനക്ക് തന്നാ പിന്നെ ഞങ്ങളുടെ കാര്യം നഷ്ടം. നീ മറ്റൊരു പാട്ട് പാടുന്നൊക്കെ. ഒരു പക്ഷേ നിന്റെ പാട്ട് കേട്ട് ആരെങ്കിലും നിനക്ക് ഭക്ഷണം തന്നാലോ? ഇതും പറഞ്ഞ് കഥ മറിച്ച് അകത്തേക്ക് പോയി. നമ്മുടെ മണി വിളിച്ചാൽ തന്റെ മണ്ടത്തരം മനസ്സിലാക്കി എന്നെ പൊളിച്ച് ചാടിപ്പോയി. കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? കഥ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഇന്ന് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നാളെ സന്തോഷത്തോടെ ഇരിക്കുക. അതുപോലെ അലസതയും അമിതമായ ആവശ്യങ്ങളും ദുരിതത്തിലേക്ക് നയിക്കുന്നു.